2026 അക്ഷയ തൃതീയ ഏപ്രിൽ 19 ഞായറാഴ്ചയാണ്. ജ്വല്ലറികൾ പുതിയ കളക്ഷനുകളും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും വൻ ഓഫറുകൾ കൊണ്ടും അക്ഷയ തൃതീയയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് വിലയ്ക്കൊപ്പം സ്വർണം വാങ്ങിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് പണിക്കൂലിയാണ്. എന്നാൽ അക്ഷയ തൃതീയ പ്രമാണിച്ച പല പ്രമുഖ ജ്വല്ലറികളും തിരഞ്ഞെടുത്ത ഡിസൈനുകൾക്ക് പണിക്കൂലിയിൽ ഇളവ് നൽകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാ അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങാൻ പ്ലാനുണ്ടോ? 2026 അക്ഷയ തൃതീയ ഏപ്രിൽ 19 ഞായറാഴ്ചയാണ് ഇന്ത്യയിലുടനീളം ആഘോഷിക്കുന്നത്. ഈ ദിവസം അക്ഷയ തൃതീയ ഏപ്രിൽ 19 രാവിലെ 10:49 ആരംഭിച്ച് ഏപ്രിൽ 20 രാവിലെ 7:27 അവസാനിക്കും. സ്വർണം വാങ്ങാനുള്ള പ്രധാന ശുഭമുഹൂർത്തം ഏപ്രിൽ 19 രാവിലെ 10:49 മുതൽ ഏപ്രിൽ 20 പുലർച്ചെ 5:52 വരെ നീണ്ടുനിൽക്കുമെന്നാണ് വിശ്വാസപ്രകാരം പറയുന്നത്. കാരണം ചരിത്രാതീത കാലം മുതൽ ഇന്ത്യക്കാർക്ക് സ്വർണത്തോടുള്ള പ്രിയം വളരെ വ്യക്തമാണ്. സ്വർണം വാങ്ങാൻ ഏറ്റവും മികച്ചൊരു ദിവസം കാത്തുനിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അക്ഷയ തൃതീയ ദിവസം വാങ്ങുന്നതാണ് നല്ലതെന്നാണ് വിശ്വാസപ്രകാരം പറയുന്നത്. ഇത് ഇന്ത്യയിലല്ലാത്ത മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് പറയുന്നവർക്കും അക്ഷയ തൃതീയ എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്നത്തെ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അതായത് അക്ഷയ തൃതീയ ഇന്ത്യയിലെ എല്ലായിടത്തും ആഘോഷിക്കുന്നത്. സ്വർണം പോലുള്ള ലോഹങ്ങൾ വാങ്ങാൻ ഏറ്റവും മികച്ച ദിനമായി ഇതിനെ കാണുന്നു. ഈ ദിവസം സ്വർണം പോലുള്ള ലോഹങ്ങൾ വാങ്ങുന്നതും സമ്മാനിക്കുന്നതും ദാനം നൽകുന്നതും ഐശ്വര്യവും സമൃദ്ധിയും നൽകുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇന്നത്തെ വിലയ്ക്കനുസരിച്ച് ഒരു സ്വർണ്ണ നാണയം വാങ്ങണമെങ്കിൽ തന്നെ കീശ കാലിയാകുമെന്നുള്ളതുകൊണ്ട് ആളുകൾ സ്വർണം വാങ്ങാൻ മടിക്കുകയാണ്. സ്വർണം, വെള്ളിയാഭരണങ്ങൾ, പുതിയ കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ, വീടുകൾ മുതലായവ വാങ്ങുന്നത് അക്ഷയ തൃതീയ പോലുള്ള ശുഭകരമായ മറ്റൊരു നാളില്ലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്നേ ദിവസം വാങ്ങുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധിയും വളർച്ചയും കൊണ്ടുവരുമെന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ വിൽപ്പന നടക്കുന്ന സമയങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് അക്ഷയ തൃതീയ കാണുന്നത്. കഴിഞ്ഞ വർഷം മുതൽ വില കുതിച്ചു നിൽക്കുമ്പോഴും അക്ഷയ തൃതീയ ദിനത്തിൽ വിൽപ്പന കുതിച്ചുയർന്നു. എന്നാൽ ഇന്ന് ജ്വല്ലറി വ്യാപാരികൾ ആശങ്കയിലാണ്. വില 1 ലക്ഷം കടന്നിരിക്കുന്ന സ്ഥിതിയാണ്. ഒരു പവൻ വാങ്ങാൻ 1.25 ലക്ഷമെങ്കിലും കൊടുക്കണം. ഇത്രയും പണം കൊടുത്ത് ആഭരണങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തുമോ എന്നാണ് ആശങ്കയ്ക്ക് കാരണം. ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി വമ്പൻ ഓഫറുകളാണ് വിവിധ ജ്വല്ലറികളും അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷം പൊന്നു തൊട്ടാൽ പൊള്ളുന്ന നിലയിലാണ് വിലയുള്ളത്. അതായത് ഇന്ന് ഒരു പവന് 1,12,000 മുകളിൽ നൽകേണ്ടി വരും. ഒരു പവൻ വാങ്ങണമെങ്കിൽ 5% പണിക്കൂലിയും 3% GSTയും ചേർത്ത് 1,20,000 നൽകണം. അതായത് 5% എന്നത് അടിസ്ഥാന പണിക്കൂലി മാത്രമാണ്. വിവാഹ ആവശ്യങ്ങൾക്കുള്ള വലിയ ഡിസൈനുകൾക്ക് ജ്വല്ലറികൾ 35% വരെ പലിശ ഈടാക്കുന്നുണ്ട്. ഇത്രയും തുക കൊടുത്ത് എങ്ങനെ സ്വർണം വാങ്ങുമെന്നത് തന്നെയാണ് പ്രധാന ചോദ്യം. ഉപഭോക്താക്കളെ ജ്വല്ലറിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഓഫറുകൾ പ്രഖ്യാപിക്കാതെ വേറെ വഴിയില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സ്കീമുകളും ജ്വല്ലറിക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അക്ഷയ തൃതീയ പ്രമാണിച്ച് വീണ്ടും ഇത്തരം ഓഫറുകൾ ജ്വല്ലറികൾ അവതരിപ്പിക്കുന്നത് കച്ചവടം കൂട്ടുമെന്നുറപ്പാണ്. പണിക്കൂലിയിലും നേരിയ ഓഫറുകൾ ചിലർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നിലവിൽ അത്ര പ്രായോഗികമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വില ഉയരുമോ എന്ന ആശങ്കയും ഉപഭോക്താക്കൾക്ക് പങ്കുവയ്ക്കാനുണ്ട്. ആഗോള വിപണിയിൽ ഈ സമയം വില ഉയർന്നാൽ ആഭ്യന്തര വിപണിയിൽ പൊന്നുവില വീണ്ടും കുതിച്ചേക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.